റിമോട്ടിൽ വർക്ക് ചെയ്യുന്നില്ല കണ്ടോ. ഇപ്പോൾ എൻ്റെ തലയിൽ കണക്ട് ചെയ്യുമ്പോൾ കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് സനീഷ് നാരായണൻ. വില്ലേജ് ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ എന്താണ് കാറിലെന്ന്. ഇന്ന് കാറിൻ്റെ അൺലോക്ക് ചെയ്യണം, നമ്മുടെ തല കൊണ്ട് അൺലോക്ക് ചെയ്യണ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. പിന്നെ തൊണ്ടവേനയത് കാരണം സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ലൊക്കേഷനോട്ട് പോയാലോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാറിൻ്റെ സെൻസർ ലോക്കില്ലേ, ഇത് ഞാൻ ലോക്ക് ചെയ്യണം. ഇത് നമുക്ക് സാധാരണ 100 മീറ്ററേ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് 100 മീറ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് 100 മീറ്റർ അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇതൊന്ന് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. വർക്ക് ചെയ്യണുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നല്ല കാറ്റാണ്, അത് കാരണം നല്ല രസമുണ്ട്. ഇപ്പം നമുക്കിത് വർക്കാവുകയെന്ന് നോക്കാം. കണ്ടോ, വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ തലയിൽ ഞാൻ ഈ റിമോട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ വർക്കാവുകയെന്ന് നോക്കാം. കണ്ടോ, വർക്കാണ്. കണ്ടോ, ഞാൻ അല്ലാതെ പ്രസ് ചെയ്യുമ്പോൾ വർക്കാവുന്നില്ല. എൻ്റെ തലയിൽ ടച്ച് ചെയ്യുമ്പോൾ വർക്കാവുന്നതെന്ന് നോക്കാം. കണ്ടോ കണ്ടോ റിമോട്ട്. ഇത് ഫേക്കൊന്നും അല്ല, ഇത് റിയലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് ഫേക്കാണെന്ന്. പക്ഷേ ഇത് ഫേക്കല്ല, ഇത് കറക്റ്റാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് വശം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഇതെങ്ങനെ, ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ പ്രസ് ചെയ്യേ വർക്കാവുന്നില്ല. പക്ഷേ എൻ്റെ തലയിൽ കൊടുത്തു കഴിയുമ്പോൾ, തലയിൽ മുട്ടി കഴിയുമ്പോൾ റിമോട്ട് സെൻസർ വർക്കാകുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ സയൻറ്റിഫിക് വശം എന്ന് പറഞ്ഞാൽ കാർ റിമോട്ട് സെൻസറിൻ്റെ ലിമിറ്റിനുള്ളിൽ നിൽക്കുമ്പോൾ വർക്ക് ചെയ്യും. ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരത്തോട്ട് മാറിയിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇത് വർക്കാകില്ല. തലയിൽ മുട്ടിക്കുമ്പോൾ ഇത് വർക്കാകുകയും ചെയ്യുന്നതിന് നമ്മുടെ തലക്കുള്ളിൽ ഒരു വാട്ടർ വേവ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അതായത് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിൻ്റെ ഒരു വേവ് നടക്കണമുണ്ട്. ഈ റിമോട്ടിൻ്റെ ചെറിയ സിഗ്നൽ ആ വേവുകൾ ആംപ്ലിഫൈ ചെയ്യും, കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് നമ്മൾ തലയിൽ പ്രസ് ചെയ്യുന്ന ടൈമിൽ ഇത് വർക്കാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.